ഡീസൽ ടാങ്ക് കൊണ്ട് ഒട്ടിയിറക്കണം കേട്ടോ ഇതിൻ്റെ. സുഹൃത്തുക്കളെ, ഞാനേ കുറ്റിപ്പുറം വരാമെന്ന് വന്നു. നമ്മൾ ആ ബസ് മറിഞ്ഞത് കാണാൻ വേണ്ടിയിട്ട്. ബസ്സിലേക്ക് കയറി പറഞ്ഞ ചവിട്ടുപടി കണ്ടോ, അതിവിടെ ഇരിക്കുന്നു. വണ്ടി ഇടിച്ച ഭാഗം ഉണ്ടല്ലോ, അതിവിടെ കേട്ടോ, ഈ സ്പോട്ട്, ഈ ഡ്രം ഇരിക്കണതിൻ്റെ അവിടെ. ലൈറ്റിൻ്റെ പോസ്റ്ററൊക്കെ കിടക്കണുണ്ടോ. ഡീസൽ ടാങ്ക് അല്ലേ തമ്പുരാനെ, ഡീസൽ ടാങ്കാണ് സുഹൃത്തുക്കളിത്. കോലായിരുന്നു നമ്മളെ കുറ്റിപ്പുറത്തെ വണ്ടിയുടെ ചേസ് ഒടിഞ്ഞിറക്കണം കേട്ടോ അല്ലേ. ചേസൊക്കെ ഉണ്ട് മടങ്ങി. തമ്പുരാനെ, പൊട്ടിയിട്ട് ജോയിൻ്റ് ഒക്കെ അങ്ങോട്ട് നോക്ക്. ടയറൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. ടയറൊക്കെ നല്ല കണ്ടീഷനാ. ടയറൊക്കെ നല്ല ഗ്രിപ്പുള്ള ടയറുകളാണ് അല്ലേ, നല്ല ടയറുകളാണ്. ടയർ എന്നല്ല സംഭവമേ, ഈ ഹൈവേയിലൊരു സ്വഭാവം എന്താ വെച്ചാൽ, ഈ ഹൈവേയിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങണ ഒരു ഇതാണ്. പിന്നെ നല്ല മിനുസുമാണ് ആ റോഡ്. അതിൽ ചവിട്ടി കഴിഞ്ഞാൽ വഴുക്കും. നമ്മൾ ഈ ഇതിലുള്ളടത്ത് വഴുക്കി വീഴണ മാതിരി. സാധനത്തിൻ്റെ ഗിയർ ലിവർ നോക്ക് സുഹൃത്തുക്കളെ, നമ്മൾ ഗിയർ മാറ്റുന്ന ലിവറാണിത്. സ്റ്റിയറിംഗ് ബോക്സിലേ എന്തായാലും തവിട്ട് പൊട്ടിയിറക്കണം. ഒരു ബസ്സിനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം പറയുമ്പോൾ എമ്മാതിരി സ്പീഡ് ഉണ്ടാവും. സ്പീഡാണോ അവർ വന്ന് അലക്കിയാലേ, സ്പീഡാണോ ബാക്കിയുള്ളതാണോ എന്നൊക്കെ പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ കാര്യത്തിലേക്ക് ഇടപെടണില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭീകരത തന്നെ കേട്ടോ. കാരണം ഒരു ഇരുമ്പൊക്കെ ഇങ്ങനെ പാള പ്ലേറ്റ് മാതിരി അടിച്ചുകൊണ്ട് മടങ്ങിയിറക്കുക. ഇതിലൊക്കെ കണ്ട് വെച്ച് പൊട്ടിയിറക്കുകയാണേ, യു ക്ലാമ്പ് ഇതിൽ വെച്ചുകൊണ്ട് പൊട്ടിയിറക്കുക. നമുക്ക് അപ്പുറത്തെ ബോഡി ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ ചേസ് ഇവിടെയും, ബോഡി ഇതാ അവിടെ നിന്ന് കിടക്കണം കേട്ടോ. ഇതൊക്കെ കാണുന്നു മക്കളെ. തമ്പരേനെ കയ്യും കാലും മറിക്കണു. കാരണം നമ്മുടെ പണി ഇതായിറങ്ങണ്ടേ, കവിട്ട് പൊടിയിലിറങ്ങണം. ഇതാണ് സെൻട്രൽ. ഇവിടെ ഈ ഭാഗമാണ് ഇടിച്ചിറക്കണതേ. ഈ നടു കണ്ടോ, ഈ നടുഭാഗമാണ് ഇടിച്ചിറക്കണത്. ഇതിൻ്റെ ഈ സൈഡ് ഈ പള്ള പീസ് വന്ന് അടിച്ചിട്ട് ബസ് നേരെ എടുത്ത് നടു മടങ്ങിയാണ് കുത്തിയല്ലോ, ആ കുത്തിയ ഭാഗമാണിത്. ഇതിലത്തെ ആളുകൾ ഇരിക്കണ ഇരിപ്പിൽ നേരെ മറിഞ്ഞിട്ട് തല ഇടിച്ചിട്ടുണ്ടാവും ഈ കാരണം കമ്പികളിലൊക്കെ. ഓർക്കപ്പുറത്ത് ഇങ്ങനെ ഇരിക്കല്ലേ മഴയത്ത്, എന്തെങ്കിലും ഫോണുമ്പോൾ കളിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. ഇത്ര പെട്ടെന്നത് കറക്റ്റായിട്ട് അങ്ങോട്ട് പൊട്ടിയിട്ടാണ് പോന്നിറക്കണം കേട്ടോ അല്ലേ. ഡ്രൈവർ സീറ്റും സ്റ്റെയറിംഗ് ഒക്കെ അങ്ങനെ തന്നെ. സ്റ്റെയറിംഗ് ഒക്കെ കണ്ടോ. CCTV കാര്യങ്ങളൊക്കെ ഉള്ളവരെ കൊണ്ടേ ഇതിൻ്റെ ഫസ്റ്റ് ടൈമിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിൽ നിന്നൊക്കെ രേഖകളൊക്കെ എടുത്തിട്ട് ചെയ്യണ്ടാവും. ഡോർ ഭാഗം നോക്ക്. സംഭവത്തിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ കയറാൻ പാടില്ല. കാരണം എന്താ വെച്ചാലേ കയറി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ട് വെച്ചാലേ അതിന് നമ്മൾ ഉത്തരവാദിത്വം പറയേണ്ടി വരും. നമുക്ക് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കാണാം. പുറത്ത് നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അതാണല്ലത്. കമ്പിയും പൈപ്പൊക്കെ വളഞ്ഞ പൈപ്പൊക്കെ മടങ്ങിയിറക്കണം നോക്ക്. സെൻറ്ററിൽ കൂടെയുള്ള ആ പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മടങ്ങി ഇടുത്തങ്ങോട്ട് അടിച്ച് ഇങ്ങനെ അടിക്കല്ലേ ചെയ്തത്. അടിച്ചതിലുണ്ട് വേർക്കുക. എന്തായാലും കൂടുതലായിട്ട് ഇനി ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ ദൈവേ. ഞാനൊരു കാര്യം പറയട്ടെ സുഹൃത്തുക്കളോട്. ഹൈവേയിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ കാറുള്ള ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളോടും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള 2 അനുഭവം പറയാം. ഞാൻ കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല പെരുമഴ. ഞാൻ നമ്മളുടെ മാർക്കപ്പുള്ള ബസ്സിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സെൻറ്റർ പിടിച്ചിട്ടാണ് വരുന്നത്. എന്താ വെച്ചാൽ റൈറ്റും ലെഫ്റ്റും നമ്മളെ ഹൈവേയിൽ മഴ പെയ്യുമ്പോൾ പിടിക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഹൈവേയിൽ വെള്ളം, മഴ പെയ്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ആ ചെരിവ് കൂടെ അങ്ങനെ വന്നിട്ട് ഈ PVC പൈപ്പ് കൂടെ, ചെറിയ ഹോളുള്ള പൈപ്പ് കൂടെ വേണമെങ്കിൽ വെള്ളം കിഴിഞ്ഞു പോകാൻ, റോഡിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ. പക്ഷേ ഈ പൈപ്പിന് എന്തെങ്കിലും അടവോ കാര്യങ്ങളുണ്ട് വെച്ചാൽ ഈ വെള്ളം അവിടെ കുളമാതിരി നിൽക്കും. അത് ലൈറ്റിൽ നമുക്ക് കാണില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഷാഫി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന നല്ല മഴയായിരുന്നു. അപ്പോൾ സമയത്ത് ഞങ്ങൾ മുന്നേ പോയിട്ടുള്ള കാറുകാർ ഈ വെള്ളത്തേക്കാണ് കയറിയിട്ട് നമ്മൾ ഈ കല്ല് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ വിടില്ലേ, അപ്പോൾ ഇങ്ങനെ ചെത്തില്ല, അതുമാതിരി വെള്ളത്തിന് മുകളിൽ കൂടെ ചെത്തിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ ഡിവൈഡറിൻ്റെ മുകളിൽ തട്ടിയില്ല എന്നറിയില്ല. ഞങ്ങൾ അപ്പോഴേക്കും മുന്നിൽ സൈഡിൽ കൂടെ പാസ് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചത് തിരിഞ്ഞ് ഞങ്ങളെ മേടിക്ക് വന്ന് തട്ടുമെന്ന് വിചാരിച്ചു. തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ആവറേജ് നമ്മളെ വണ്ടിക്ക് പിടുത്തം കിട്ടുന്ന രീതിയിലുള്ള സ്പീഡിൽ പോവുക. പിന്നെ മഴ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടം ഉറപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ അടിഭാഗമാണ് കേട്ടോ. ക്ലാമ്പൊക്കെ പൊട്ടിയിട്ട് നിൽക്കണോക്ക്. നമ്മൾ ലീവ് സെറ്റിൻ്റെ ക്ലാമ്പൊക്കെ പൊട്ടിയിട്ട് നിൽക്കണുണ്ടോ. കുറച്ച് ഭീകരമാണെടോ കാര്യങ്ങൾ.
പിന്നെ റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇത് വീണത് കണ്ടോ? നമ്മളുടെ ആ കാണുന്ന ആ പോയിന്റിലത് വീണത്. അവിടെ കുറച്ചുകൂടി ദൂരം കൊണ്ട് വന്നിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ, അപകടം കുറച്ചുകൂടി ആയിരുന്നു. കാരണം ഈ കുണ്ടിലേക്കാന്ന് വീഴേ ഈ ഒരു പോയിന്റിൽ അത് വന്ന് ഇടിച്ചിറക്കണം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വഴിക്കേണ്ടി വന്നിട്ട് ഈ കാണുന്ന കുറ്റികൾ നിൽക്കണതിൻ്റെ ഇടയിൽ കൂടെ ഈ കുറ്റികളൊന്നും പതുക്കെ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് അടിച്ചേക്കണത് ഈ ഒരു ലൈറ്റ് പിന്നെ സ്ഥാപിച്ചതാണോ തോന്നുന്നുണ്ട് പുതിയതായിട്ട്. അതുപോലെ എൻ്റെ പുറകിൽ കാണുന്ന ഈ കാറും അതേ സ്ഥലത്ത് വെച്ചിട്ട് അപകടം ഉണ്ടായതാണ്. അവസ്ഥ നോക്കി ഇതേ സ്ഥലത്ത് വെച്ചിട്ട് അപകടത്തിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഈ ഏരിയയിൽ ഇപ്പോൾ ഒരു 4-5 വണ്ടിയായില്ലേ ഇപ്പോൾ അപകടത്തിൽ പെടുന്നത്. ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നല്ലപോലെ ശ്രദ്ധിക്കും. ഹൈവേ നല്ല അടിപൊളി സുഖമുള്ളത് തന്നെയാണ്. പക്ഷേ സ്പീഡാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കൺട്രോൾ ചെയ്യുക, അത്രമാത്രം.